ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീരയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചുവന്ന കളറിലുള്ള ചീരയാണ് എടുത്തിരിക്കുന്നത്, നാടൻ ചീരയാണ്. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ആദ്യം തന്നെ അതിൻ്റെ വലിയ തണ്ടുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീരയുടെ ഇല നന്നായിട്ട് തന്നെ കഴുകിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ അതാ കഴുകുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയ ശേഷം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്രയ്ക്കും ചെറുതായിട്ട് അരിയണമെന്നില്ല, കാരണം നമ്മുടെ ചീരയുടെ ഇലയൊക്കെ നമുക്ക് അടുപ്പത്തിട്ടിട്ട് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ വാടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കാം. ഇനി അതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ചീര എടുക്കുന്നോ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. പച്ചമുളക് ഞാൻ ഇവിടെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിടുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് ചെറുകിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനിവിടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ ചീരയുടെ ഇലയിലേക്ക് ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ തേങ്ങ ചിരവിയതും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വളരെ ഈസിയാണ് നമ്മുടെ ഈ ചീരത്തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ചീരയില ഒന്ന് കഴുകി അരിഞ്ഞെടുക്കുന്ന ഒരു സമയം മാത്രമേ നമുക്കിതിന് കൂടുതലായിട്ട് ആവശ്യമുള്ളൂ. കൂടാതെ നമ്മുടെ ചീരയിലയിൽ ധാരാളമായിട്ടുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തം വർദ്ധിക്കുന്നതിനും വിളർച്ച മാറുന്നതിനൊക്കെ നമുക്ക് ഈ ചീരയിലയുടെ തോരനും അല്ലെങ്കിൽ ചീരയുടെ സൂപ്പൊക്കെ വെച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തോരൻ തയ്യാറാക്കാം. തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ നമുക്ക് കടുകൊക്കെ ഒന്ന് താളിച്ചെടുക്കേണ്ടതുണ്ട്. താളിക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുകും പൊട്ടിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയുള്ളി കൂടി നമുക്കതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊന്ന് ചീന്തിയിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ്. ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് നമുക്ക് നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിവിടെ ചീരയില ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയിലയാണ്. തേങ്ങ ചിരവിയതും അതുപോലെ മഞ്ഞളും ഉപ്പും എല്ലാം ചേർത്തിട്ട് പച്ചമുളകും ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന ചീരയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീരയില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധിക നേരമൊന്നും നമുക്കത് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ചീരയിലേക്ക് കുറച്ച് വേവ് മതി. അതും അല്ലെങ്കിൽ കൂടുതൽ നേരം വേവിച്ചുകൊണ്ടിരുന്ന അതിൽ വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതാ നമ്മുടെ ചീരയിൽ ഇപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതുവരെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ് നമ്മുടെ ഈ ചീരയില തോരൻ എന്ന് പറഞ്ഞാൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്